എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് നിലമ്പൂരിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. വംശഹത്യയ്ക്ക് ഇരയാകുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് മാനിഷാദ എന്ന പേരിൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ആ രൂപത്തിലുള്ള സമരം നടക്കുക, ആ യുദ്ധം നടക്കുന്ന സമയത്ത് അന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെടുത്ത തീരുമാനം സോവിയറ്റ് യൂണിയൻ ബ്രിട്ടീഷുകാരുടെ കൂടെയായതുകൊണ്ട് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കുക എന്ന തീരുമാനമെടുത്തു. അങ്ങനെ നമുക്കറിയാം, അന്നത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ, കോൺഗ്രസുകാരായ പല നേതാക്കന്മാരും അന്നത്തെ പഴയ കമ്മ്യൂണിസ്റ്റുകാർ, പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായവർക്ക് കോൺഗ്രസ് ആയ വലിയ മസാലകൾ അവരെയൊക്കെ ജയിലിലടച്ചപ്പോ അബ്ദുറഹ്മാൻ സാഹിബിനെയും മൊയ്തുബിനെയും പോലുള്ള ആളുകളെയും ജയിലിൽ തന്നെ സൂക്ഷിച്ചു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പിന്തുണയുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ പുറത്തുവിട്ടു ബ്രിട്ടീഷുകാരില്ല. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, ഇന്ത്യക്കാരോടില്ല, നമ്മൾ സഹായിക്കില്ല. അതുപോലെ തന്നെ ഇസ്രായേൽ ജെറുസലേമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ല, ജെറുസലേമാണ്. ആ ജെറുസലേമിൽ 85% ആരാണ്? അറബ് ജനതയാണ്. അതിൽ ബാക്കി കുറച്ച് 10-12% ക്രിസ്ത്യാനികൾ, 4-5% മാത്രം വരുന്ന ശുദ്ധ മതക്കാർ. ജൂതന്മാരെ എല്ലായിടത്തും മാറ്റി ഓടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജർമ്മനിയിൽ നിന്ന് ഹിറ്റ്ലർ കൂട്ടമായി കശാപ്പ് ചെയ്ത കാലഘട്ടം, ഫ്രാൻസിൽ നിന്ന് കൂട്ടമായി കശാപ്പ് ചെയ്ത കാലഘട്ടം, അമേരിക്കയിലെ ജൂതന്മാരെ കശാപ്പ് ചെയ്ത് ആട്ടി ഓടിച്ച കാലഘട്ടം. അന്ന് ജൂതന്മാർക്ക് ഒരു ഭൂമി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ അവിടുത്തെ ജൂതന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഈ ലോക മഹായുദ്ധത്തിൽ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾക്ക് യുദ്ധം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറബ് ജനതയെ പിളർത്തിക്കൊണ്ടൊരു രാജ്യം ഉണ്ടാക്കി തരാം. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം VA കരീം, എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ ബാബു, DCC അംഗം A ഗോപിനാഥ്, MK ബാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ, എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, കേമ്പിൽ രവി, താജ സക്കീർ, NM ബഷീർ, രാജു, ജലീൽ മൂത്തേടം, അസീസ് പുളിയഞ്ചാലി, C സുരേഷ് കുമാർ, ശിവദാസ് ഉള്ളാട്ട്, C വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ഗാസയിലെ വംശഹത്യക്കെതിരെ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിയ ജനകീയ സദസ്സിന്റെ ഭാഗമായിട്ടാണ് നിലമ്പൂരിലും പരിപാടി സംഘടിപ്പിച്ചത്. എ+ വിഷൻ നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ്. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.